ആർക്കു വേണ്ടിയാണ് ഈ സമയം ദല്ലാൽ നന്ദകുമാർ എന്ന പിമ്പ് ഇറങ്ങിയിട്ടുണ്ടാവുക? അത് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചതാണ്. പക്ഷെ അതിന് മറുപടി ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തന്നെ പ്രത്യേകിച്ചും CPM ഭയപ്പെടുന്ന രണ്ട് NDA സ്ഥാനാർത്ഥികൾക്ക് നേരെയാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് BJP നേതാവും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായി ശോഭ സുരേന്ദ്രൻ സമ്മതിച്ചിരുന്നു. തന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തന്റെ പേരിലുള്ള 8 സെന്റ് വാങ്ങാമോ എന്ന് നന്ദകുമാറിനോട് ചോദിച്ചു. നന്ദകുമാർ ഇത് സംബന്ധിച്ച് 10 ലക്ഷം ക്യാഷായി തരാമെന്നും പറഞ്ഞു. പക്ഷേ അക്കൗണ്ട് വഴി മതിയെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞെന്നുമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അനിൽ ആന്റണിയേക്കാൾ ഒരു പിടി കൂടുതൽ കടന്നാക്രമിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ തന്നെയാണ്. കാരണം ആലപ്പുഴ മണ്ഡലത്തിൽ അവർക്ക് CPM പ്രതീക്ഷിക്കാത്ത പിന്തുണ കിട്ടിയെന്നറിഞ്ഞതോടെയാണ് CPMന്റെ ഈ പ്രശ്നം ആരംഭിക്കുന്നത്. ആരോപണങ്ങൾ ശോഭ നിഷേധിക്കുകയല്ല, സമ്മതിക്കുകയാണ് ചെയ്തത്. അതെന്തിനു വേണ്ടിയെന്ന് തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ടും ശോഭ വാങ്ങി എന്നത് മാത്രം മുൻനിർത്തി സൈബർ ആക്രമണം കടുപ്പിക്കുകയാണ് ചെയ്തത്. അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രൻ മറ്റൊരു കാര്യവും വെളിപ്പെടുത്തിയിരുന്നു. ആലപ്പുഴയിൽ താൻ ജയിക്കുമെന്ന് മുന്നിൽ കണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത്. നന്ദകുമാർ എന്നെ 2 വർഷം മുൻപ് തൃശൂരിൽ വന്ന് കണ്ടിട്ടുണ്ട്. ചില പ്രമുഖരെ CPMൽ നിന്ന് BJPയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് എത്തിയത്. പിണറായിയോളം തലപ്പൊക്കമുള്ള CPM നേതാവിനെ BJPയിൽ ചേർക്കാൻ വേണ്ടി തങ്ങളുടെ BJP ദേശീയ ഓഫീസിൽ നിറങ്ങിയവനാണ് ദല്ലാൽ നന്ദകുമാർ. പിണറായി ഒഴിച്ച് ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും. നേതാക്കളെ സ്വീകരിക്കുന്നതിന് മുൻപ് അയാളെക്കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കും. എന്നാൽ ദല്ലാൽ കോടികളാണ് ദില്ലിയിലെ നേതാക്കളോട് CPM നേതാവിനെ എത്തിക്കാൻ ചോദിച്ചത്. MV ഗോവിന്ദന്റെ യാത്ര നടക്കുമ്പോൾ തന്റെ രാമനിലയത്തിലെ മുറിയിൽ ഉന്നത CPM നേതാവ് വന്ന് ചർച്ച നടത്തി. ഇത് എന്തിനെന്ന് നന്ദകുമാർ പറയട്ടെ. അന്ന് ഈ CPM നേതാവ് CPM പിളർത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പക്ഷേ ആ തലപ്പൊക്കമുള്ള നേതാവ് ആരെന്ന് CPMും അണികളും വിഴുങ്ങി. അതാരാണെന്ന് തുറന്നു പറയാൻ ദല്ലാൽ നന്ദകുമാറിന് ധൈര്യമുണ്ടെങ്കിൽ നട്ടെല്ലുണ്ടെന്ന് സമ്മതിക്കാം. പക്ഷേ ദല്ലാൽ നന്ദകുമാറിന് ഇപ്പോൾ ഒന്നും മിണ്ടാൻ സാധിക്കില്ല. എന്തായാലും നന്ദകുമാറുമായി ബന്ധപ്പെട്ട ആരോപണം ഇന്നലെ ആലപ്പുഴയിലെത്തിയ അമിത്ഷായോട് ശോഭാ സുരേന്ദ്രൻ തന്നെ അറിയിച്ചിരിക്കാം. കാരണം ജനപിന്തുണ കണ്ട് കണ്ണു തള്ളിയ CPMന്റെ കള്ളക്കളി പൊളിക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്.